നാലാമത് ടി20യിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇംഗ്ലണ്ടിനോടുകൂടി. തുടരെ മൂന്നാമത്തെ മത്സരത്തിലും വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഫ്ലോപ്പായിരിക്കുകയാണ്. ഈ മത്സരത്തിലും യുവ ബാറ്റ്സ്മാൻ സൂര്യവംശിക്ക് ബാറ്റിങ്ങിൽ ഒന്നും തന്നെ കാണിക്കാനായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. IPLൽ തുടരെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതിന് ശേഷമാണ് കേട്ടോ വൈഭവിന് സീനിയർ ടീമിലേക്കുള്ള വിളിയെത്തുന്നത്. എന്നാൽ അയർലൻഡുമായിട്ടുള്ള 2 ടി20 മത്സരത്തിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ടി20 മത്സരത്തിലും വൈഭവ് സൂര്യവംശിക്ക് ആ പ്ലേയിങ് 11ൽ സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ മലയാളി താരം സഞ്ജു സാംസന്റെ മോശം ഫോമിനെ തുടർന്ന് അദ്ദേഹത്തിനെ മാറ്റി ഇൻപ്ലേസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശി പ്ലേയിങ് 11ലെത്തുന്നത്. രണ്ടാമത് ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി20യിലായിരുന്നു കേട്ടോ വൈഭവിൻ്റെ അരങ്ങേറ്റം. എന്നാൽ 3 മത്സരത്തിലും അദ്ദേഹത്തിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കളിച്ച ആദ്യ മത്സരത്തിൽ 14 റൺസും രണ്ടാമത് മത്സരത്തിൽ 13 റൺസും മൂന്നാമത് മത്സരത്തിൽ 15 റൺസുമാണ് കേട്ടോ അദ്ദേഹം എടുത്തിരിക്കുന്നത്. സഞ്ജുവിനെ താരതമ്യേന ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട സ്കോറാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കൂടുതലായിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ തുടരെ 3 മത്സരങ്ങളിലായിട്ടും വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഫ്ലോപ്പായതോടുകൂടിയിട്ട് തന്നെ ഇനി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുന്നത്. അഭിഷേക് ശർമ്മ 16 റൺസ് എടുത്തിട്ടും ഔട്ടായി ഉണ്ടായിട്ടാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മാത്രമായിരുന്നു കേട്ടോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീസിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 80 റൺസായിരുന്നു കേട്ടോ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ശ്രേയസ് അയ്യർക്ക് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്ത് കളിച്ചത് ശിവൻ ഡുബെ ആയിരുന്നു കേട്ടോ. 22 റൺസായിരുന്നു കേട്ടോ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ കളിയിലും തിലക് വർമ്മ അമ്പെ പരാജയമായിട്ടാണ്. 11 റൺസാണ് 8 ബോളിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളരെ ദയനീയമായ ബാറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടീം മാനേജ്മെൻറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒന്നും തിരിച്ച് കിട്ടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് ശ്രേയസ് അയ്യറിൻ്റെ 80 റൺസിൻ്റെ മികവിൽ ഇന്ത്യ 158 റൺസായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. താരതമ്യേന നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ സ്കോർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ജയസാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ ഇതിനേക്കാളും താഴ്ന്ന സ്കോറിൽ ഒതുങ്ങുമെന്നുള്ള ഘട്ടത്തിൽ ശ്രേയസ് അയ്യറിൻ്റെ ഒരു ബാറ്റിംഗ് മികവിൽ മാത്രമായിരുന്നു കേട്ടോ ഇത്രയും സ്കോർ എത്തിച്ചേർന്നത്.